ഇലക്ഷന്റെ പരസ്യപ്രചരണം അവസാനിക്കുന്ന സമയത്തുണ്ടായ കൊട്ടിക്കലാശത്തിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടലിൽ UDF LDF പ്രവർത്തകർക്കും അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയുടെ MLA CR മഹേഷിനും പരിക്കേറ്റു. പരിക്കേറ്റവർ വണ്ടാനം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകളിൽ ചികിത്സയിലാണ്. CR മഹേഷ് MLA സാരമായ പരിക്കുകളോടുകൂടി കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. സംഘർഷം ബോധപൂർവം ഉണ്ടാക്കിയതാണെന്ന് MLA CR മഹേഷും അതുപോലെ തന്നെ DCC പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദും ആരോപിച്ചു. ഇന്നലെ പോലീസ് ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നു, ഓരോ കക്ഷികൾക്കും ഇന്ന സ്ഥലത്ത് പ്രകടനം നടത്തണം. ഞങ്ങൾ ആ ധാരണ അനുസരിച്ച് ഞങ്ങൾക്ക് അനുവദിച്ച ഹൈസ്കൂൾ ജംഗ്ഷൻ എസ് ഭാരത് അങ്ങനെ പോകുന്ന വഴിയെ ഞങ്ങളെ മുമ്പോട്ട് വിടാതെ അവർ ബോധപൂർവം വണ്ടി കുറുകെ വെക്കുകയായിരുന്നു. അപ്പോൾ സംഘർഷം ബോധപൂർവം കല്ലും കട്ടയും കമ്പിപ്പാരയും വെച്ച് അത് ആക്രമിക്കുകയായിരുന്നു. പാറക്കല്ലെടുത്ത് എൻ്റെ നെഞ്ചത്താണ് ഏറുകിട്ടിയത്. ഇവിടെ കൈക്ക് അടിക്കുകയും കമ്പ് വെച്ചടിക്കുകയും ചെയ്യും. സംഘർഷപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ലായിരുന്നു. കാരണം ഇന്നലെയൊന്നും സംഘർഷമില്ലായിരുന്നു. അപ്പൊ അവരൊരു പരാജയഭീതി ആയിരിക്കാം, ജനങ്ങളെല്ലാം അവർക്കെതിരാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം. എന്തായാലും മർദ്ദനമേറ്റതെല്ലാം പാവങ്ങളാണ്. പോലീസിന്റെയും ആക്രമണം നേരിടേണ്ടി വന്നു. ഒരുപാട് പേർ ആശുപത്രിയിലാണ്, കുറെ പേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് എൻ്റെ പൂർണ്ണ വിവരം അറിഞ്ഞിട്ടില്ല. അപ്പം ഏകപക്ഷീയ ആക്രമണം എൻ്റെ വീഡിയോ ഒക്കെ പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ ഒരുപാട് വാഹനങ്ങൾ, പാവപ്പെട്ട CC പോലും അടയ്ക്കാൻ മാർഗമില്ലാത്ത പാവങ്ങളാണ് ഡ്രൈവർമാർ. അവർക്ക് രാഷ്ട്രീയം പോലും കാണില്ല. അവരൊക്കെ ജീവിക്കാൻ വേണ്ടി പാർട്ടിക്കാർ വിളിക്കുമ്പോൾ വരുന്നതാണ്. അവരുടെ എല്ലാം വാഹനം മുഴുവനും തല്ലി തകർത്ത് നശിപ്പിച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തികച്ചും പ്രതിഷേധാർഹമായൊരു സംഭവമാണ് ഇന്ന് കരുനാഗപ്പള്ളിയിൽ കൊട്ടിക്കലാശത്തോടനുബന്ധിച്ച് നടന്നത്. പരാജയ ഭീതി മൂലം CPMകാർ നടത്തുന്ന ഒരു അക്രമമാണ് ഇന്ന് കരുനാഗപ്പള്ളിയിൽ അരങ്ങേറിയത്. MLA ഉൾപ്പെടെയുള്ള UDFന്റെ പ്രധാന പ്രവർത്തകരെ കൊട്ടിക്കലാശത്തിന് UDFന് അനുവദിച്ച സ്ഥലത്ത് മനഃപൂർവ്വമായി കടന്നു കയറി സംഘർഷം ഉണ്ടാക്കാൻ ഉള്ള പരിശ്രമമാണ്. അതാണ് ഇന്ന് പ്രാവർത്തികമായത്. എന്നാൽ ഇതിനെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. സംഘർഷം ഉണ്ടാവുമ്പോൾ സംഘർഷത്തിന്റെ സാധ്യതയുള്ള സ്ഥലത്ത് അവരെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ കടമ. പോലീസ് നിർഭാഗ്യവശാൽ CPMന്റെ ഏറാമൂളികളായി ഇന്ന് കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയും UDFന്റെ പ്രവർത്തകരെ ആക്രമിക്കുന്നതിന് LDFകാർക്ക് സഹായം ചെയ്തു കൊടുക്കുകയുമാണ് ഇന്ന് കരുനാഗപ്പള്ളിയിലെ പോലീസ് ചെയ്തത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇത് അങ്ങേയറ്റം ജനാധിപത്യ വിശ്വാസികൾക്ക് അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ വോട്ടർമാർ തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം.